കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ലാലേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് സംഭവിക്കാൻ പോകുമെന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ റിയലി അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടരും സിനിമ കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ ബോയ് സംഭവം ചെയ്തു വെച്ചിരിക്കും പോലെ നമ്മൾ ലാലേട്ടനെ എങ്ങനെ കാണാൻ വേണ്ടി തിയേറ്ററിൽ മുണ്ട് മടക്കി ലാലേട്ടന്റെ ഒരു ഫൈറ്റ്, ഇമോഷണല്, കോമഡി, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി ഇരുന്ന ഒരു സംഭവം കാണണമെങ്കിൽ നിങ്ങൾ തുടരും സിനിമ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോകണം. 6 വർഷത്തിന് ശേഷം ലാലേട്ടന്റെ ഒരു തിരിച്ചു വരവിടെ സിനിമയ്ക്കകത്ത്. ഇവിടെ ഇന്റർവെൽ വരെ നമ്മൾ സിനിമ കാണുമ്പോൾ ഇച്ചിരി ചെറിയ കോമഡി, അദ്ദേഹത്തിന് തന്നെ സെൽഫ് ട്രോൾ ചെയ്യുന്ന, അതായത് ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാർ സ്വയം സെൽഫ് ട്രോൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് അത് കാണാൻ പറ്റും. പക്ഷെ ഇന്റർവെല്ല് കഴിയണതോടെ സിനിമയ്ക്കകത്ത് ഒരു കത്തിപ്പുണ്ടേ. ഇന്റർവെല്ല് നമ്മൾ എന്ന് വെച്ചാൽ അതിന്റെ BGM ഒക്കെ വേറെ ലെവല്. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇന്റർവെല്ലിന് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ഒരു പോക്കാണ്. എവിടെയാണ് ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തിയ ഒരു ഫൈറ്റിന് വേണ്ടി നമ്മൾ ഓരോ നിമിഷവും ഇങ്ങനെ കാത്തിരിക്കും. സിനിമയ്ക്കകത്ത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനൊക്കെ കുറച്ച് ചെറിയ ഹിന്റ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മനസ്സിൽ വിചാരിച്ച് നമ്മൾ മനസ്സിൽ പ്രിപ്പയർ ആയി അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോവും. പടം ഫിനിഷ് ആകുമ്പോൾ നമ്മൾ എണീച്ച് നിന്ന് കൈയടിക്കുന്ന ഒരു മോഹൻലാൽ സംഭവം തുടരും. ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം.